ഹലോ ഗൈസ്, വെൽക്കം ടു ബർത്ത്ഡേ മിനി വ്ലോഗ് പാർട്ട് 2. നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്ന യോഗ് മിനിസ്ട്രിയിലായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു യോഗ് മിനിസ്ട്രി. അവിടെ ചെന്നപ്പോൾ അകത്ത് കയറി കാണണോ വേണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ലാസ്റ്റ് കയറാൻ തീരുമാനിച്ചു കേട്ടോ. ഈ ഒരു ടിക്കറ്റ് ഉണ്ട്, ഇതൊരു 1 ഇയർ വാലിഡിറ്റി ആണുള്ളത്. നെക്സ്റ്റ് ഇയർ എക്സ്പയർ ആകുന്നതിന് മുമ്പേ വന്ന ഈ സെയിം ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കയറി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ടൂർ സ്റ്റാർട്ട് ചെയ്തു. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് റിജുവൊക്കെ ചെറുതായിട്ട് പണി പാളിയോ എന്നൊരു ഡൗട്ട് തോന്നി കേട്ടോ. ബിക്കോസ് യങ് ആയിട്ടുള്ള ആരുമില്ല, ഫുള്ള് ഓൾഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഒരു 50 ഒക്കെ വരുന്നത്. ബട്ട് ടൂർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. നമ്മുടെ ഗൈഡ് ഉണ്ടല്ലോ, ആ അപ്പൂപ്പം ആൾ പൊളിയായിരുന്നു. പുള്ളി ഓരോ ഇൻഫർമേഷൻ തരുമ്പോഴുണ്ടല്ലോ നമ്മൾ നെക്സ്റ്റ് അറിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോ കാര്യത്തെപ്പറ്റിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഈ യോഗ് മിനിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നോർത്തേൺ യൂറോപ്പിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് കത്തീഡ്രൽ ആണ് കേട്ടോ. പിന്നെ ഇത് ഗോത്തിക് ആർക്കിടെക്ചറിന്റെ ഒരു മാസ്റ്റർ പീസ് എന്നാണ് പറയപ്പെടുന്നത്. ഗോത്തിക് എന്ന് പറയുന്നത് 12th to 15th സെഞ്ചുറിയിൽ യൂറോപ്പിൽ ഉണ്ടായ ഒരു സ്റ്റൈൽ ഓഫ് ആർട്ടാണ്. അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഗ്ലാസ് സ്റ്റെയിൻ വിൻഡോസ്, പോയിന്റഡ് ആർച്ചസ്, റിബ്ഡ് വോൾസ്, ഇങ്ങനെ ഓരോ വർക്കൊക്കെ കാണുമ്പോൾ ഞാൻ റിജു ആലോചിക്കും കേട്ടോ, ഈ പണ്ടത്തുള്ള ആളുകളൊക്കെ സമ്മതിക്കണം, അവർ അന്നത്തെ കാലത്ത് എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നെന്ന്. അവരെന്തായാലും കില്ലാടികൾ തന്നെ. അങ്ങനെ ടൂർ കഴിഞ്ഞപ്പോൾ ഞാനും റിജുവും ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. അതിന് ആ ഗൈഡിനും ഒരു പങ്കുണ്ട്. അങ്ങനെ ടൂറെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പുറത്ത് നല്ല കിഡിലെ വെതറായി കേട്ടോ. നമ്മൾ നെക്സ്റ്റ് പോയത് യോർക്ക് സിറ്റി വാൾസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ലോങ്ങസ്റ്റ് മിഡീവൽ ടൗൺ വാൾസ് ഇൻ ഇംഗ്ലണ്ട് ആണ് കേട്ടോ. പിന്നെ ഈ വാൾസിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഒരു 3.4 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. അതായത് ഒരു 2 മൈൽസ്. ഇതിന് മെയിനായിട്ട് 4 ഗേറ്റ്സും ആണ് ഉള്ളത്. ഇത് മൊത്തത്തിൽ കണ്ടു തീർക്കാൻ അറൗണ്ട് ഒരു 1.5 hour or 2 hours ഒക്കെ എടുക്കും കേട്ടോ. പിന്നെ ടിക്കറ്റ്സ് ഒന്നുമില്ല, എൻട്രി എല്ലാം ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ് കേട്ടോ. ലഞ്ചിന് ഞങ്ങൾ കഴിച്ചത് റിജു ഒരു പിസ്സയും ഒണിയൻ സ്ട്രിങ്സും, ഞാൻ കഴിച്ചത് ഒരു റൈസ് ആൻഡ് ചിക്കൻ ടിക്കയാണ് കേട്ടോ. പിന്നെ ആ സൈഡിൽ കണ്ട ഫ്രൂട്ട് സാലഡും കൂടെ കഴിച്ചായിരുന്നു. അത് നമ്മൾ വെറുതെ ആ സിറ്റിയൊക്കെ ഒന്ന് നടന്ന് കണ്ടു കേട്ടോ. ഭയങ്കര റിലാക്സിങ്, ഒരു കാമായിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ സ്ട്രീറ്റ്സിലൂടെ നടന്നു വരുമ്പോൾ എല്ലാവരും ഒരു കടയിലോട്ട് ഒളിഞ്ഞു നോക്കുന്നു കേട്ടോ. എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ റിജുവിനെ കൊണ്ട് ചെന്ന് നോക്കി. അപ്പം നമുക്ക് നമ്മുടെ ഐറിസ് ഇങ്ങനെ അതിലൂടെ കാണാൻ പറ്റും കേട്ടോ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ട് ക്രൂയിസ് ലണ്ടൻ പോയപ്പോൾ അവിടുത്തെ ചെയ്തായിരുന്നു കേട്ടോ. അതൊരു അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വെറുതെ ഒരു പ്രസന്നത്തിന് വേണ്ടി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു മഫിനൊക്കെ മേടിച്ച് കട്ട് ചെയ്ത ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ആ ബർത്ത്ഡേ അവിടെ കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.